JEE 2024 30th January ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 2. ആ ഷിഫ്റ്റിലെ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കൊന്ന് നോക്കിയേക്കാം. ഇത് T ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? T തന്നെയാണ്. ഇത് രണ്ടും കൂടി കണക്റ്റഡ് ആയതുകൊണ്ട് ഇത് 2T ആണ്. അപ്പോൾ ഇവൻ്റെ ആക്സിലറേഷൻ A ആണെങ്കിൽ ഇത് 2T ആയതുകൊണ്ട് ഇവൻ്റെ ആക്സിലറേഷൻ 2A ആയിരിക്കും. ഇതും എന്ത് തന്നെയാണ്? T തന്നെയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു, ശരിയല്ലേ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവൻ്റെ എന്താണ്? ആക്സിലറേഷൻ ഓഫ് 2 കിലോഗ്രാം. അപ്പോൾ ഈ 2A ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. A അല്ല, 2A ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് നോക്കിയേക്കാം. ആദ്യമേ 4 കിലോഗ്രാമിൻ്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ MA = mg - 2T ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. M എത്രയാണ്? 4 അല്ലേ? അപ്പോൾ 4A = മക്കൾ തന്നെ പറ 4g - 2T ആണ്. ഒരു 2 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ ഇവിടെ വെച്ച് തന്നെ. അപ്പോൾ 2g - T ആണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിക്കഴിഞ്ഞു. ഓക്കെ, അടുത്തത് നമുക്ക് 2 കിലോഗ്രാമിൻ്റെ ഇക്വേഷനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ MA = T - mg sin θ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ M നമുക്കറിയാം 2 ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ നമുക്ക് 2A കൊടുക്കണം. എന്തുകൊണ്ടാണ്? അവൻ്റെ ആക്സിലറേഷൻ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അവൻ്റെ ആക്സിലറേഷൻ 2A ആണ്. സെറ്റല്ലേടാ? അവിടെ ശ്രദ്ധിച്ചില്ലേ പണിപാളും. = മക്കൾ പറയും T - M2 ആണ്. G sin θ sin 30 ആണ്. 1/2 ആണ്. ഇത് രണ്ടും കട്ട് ചെയ്തു. അപ്പോൾ 4A = T - G നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിക്കഴിഞ്ഞു. സെറ്റല്ലേടാ? ഇത് രണ്ടും കൂടി ഞാൻ അപ്പുറത്തേക്കൊന്ന് മാറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? 2A = 2G - T. ഓക്കെ അല്ലേ? 4A = T - G. ഓക്കെ, T - G, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ 6A = നമുക്കറിയാം G, Tയും ക്യാൻസൽ ചെയ്തു. നമുക്ക് വേണ്ടത് 2A ആണ്. അപ്പോൾ 2A = എന്തായിരിക്കും പറ? G/3. എന്തുകൊണ്ടാണ് സാറ് 2A എടുത്തതെന്ന് പറഞ്ഞ്? ആക്സിലറേഷൻ ഓഫ് നമുക്ക് വേണ്ടത് 2 കിലോഗ്രാം ആണ്. അതാണ് 2A. അതുകൊണ്ടാണ് നമ്മൾ 2A എടുത്തത്. അപ്പോൾ 6 എന്നുള്ളത് നമ്മൾ 2 × 3 ആക്കി. അപ്പോൾ നമുക്ക് 2A = എന്തായി? G/3. ഓപ്ഷൻ G/3, ഓപ്ഷൻ 2 ഉണ്ട്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പം നന്നായിട്ട് ഒന്നുകൂടി അത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഒരു കുഴപ്പമില്ലല്ലോ. ഓക്കെ.